ഈ ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങലയെ ഞാനൊരു വലിയ രാഷ്ട്രീയ സംഭവമായി തന്നെ കാണുന്നു. അതിൻ്റെ ഒരു കാരണമായിട്ട് ആദ്യഘട്ടത്തിൽ പറയാനുള്ളത്, ഇപ്പോൾ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു, 14, 19. നമ്മുടെ നാട്ടിൽ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു, 16, 21. ഇതുകൂടാതെ 2 തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടന്നു. നമ്മളിവിടെ പറയുക ത്രികോണ മത്സരം എന്നാണ്. ആ ത്രികോണ മത്സരത്തിൽ BJP ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ NDA ഒരു പ്രധാനപ്പെട്ട വോട്ട് ഷെയറിൻ്റെ ഭാഗമായി നിൽക്കുന്നുമുണ്ട്. നമ്മളെങ്ങനെയാണ് BJPയെയും NDAയെയും നേരിട്ട് കൊണ്ടിരുന്നത്? BJP മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളുമായി ബന്ധപ്പെട്ടാണ് നാം നമ്മുടെ തർക്കങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അത് പ്രധാനമായും BJP ഒരു ഹിന്ദുത്വ പാർട്ടിയാണ് എന്നും BJPയുടേത് ന്യൂനപക്ഷ വിരുദ്ധമായ സമീപനമാണെന്നും BJP ബഹുസ്വരതയെ അംഗീകരിക്കുന്നില്ല എന്നും BJP ഫെഡറലിസത്തെ അംഗീകരിക്കുന്നില്ല എന്നുമൊക്കെയുള്ള വിമർശനങ്ങളാണ് BJPക്കെതിരായിട്ട് നമ്മൾ ഉയർത്തിക്കൊണ്ടിരുന്നത്. അതൊരു ആശയതലത്തിലുള്ള വിമർശനമാണ്. 2014 നിന്ന് 2024 എത്തുമ്പോൾ ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് നമ്മൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അത് നമ്മളെല്ലാവരും വിവിധ രീതികളിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോൾ ചികിത്സയുടെ കാര്യത്തിനകത്താണെങ്കിലും, ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിനകത്താണെങ്കിലും, സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ കിട്ടുന്ന കാര്യത്തിനകത്താണെങ്കിലും, പെട്രോളിൻ്റെ വിലയായിട്ടാണെങ്കിലും ഒക്കെ ഓരോ രീതിയിൽ നാം എല്ലാവരും ഈ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ മുഖ്യ കാരണം കേന്ദ്രത്തിൻ്റെ സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന സമീപനമാണ് എന്നൊരു വിഷയം കഴിഞ്ഞ കുറേ നാളുകളായി വളരെ സജീവമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് പൊതുമണ്ഡലത്തിൽ ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിഷയത്തെ ഉന്നയിച്ചുകൊണ്ട് BJPയുടെ സാമ്പത്തിക നയം എന്താണ്, BJPക്ക് എതിർ നിൽക്കുന്ന ആ BJPയുടെ എതിർചേരിയിലുള്ള സംസ്ഥാനങ്ങളോട്, ആ സർക്കാരുകളോട് BJPയുടെ നയം എന്താണ്, ഇത്തരം കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളോട് ജനങ്ങളിലേക്ക് ആദ്യമായി എത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതായത് ആശയതലത്തിൽ മാത്രമല്ല, കേന്ദ്ര സർക്കാർ അതിൻ്റെ പ്രയോഗ തലത്തിൽ ഏതൊക്കെ സംസ്ഥാനങ്ങൾക്ക് പ്രയോറിറ്റി നൽകുന്നു, ഏത് ജനവിഭാഗങ്ങൾക്ക് പ്രയോറിറ്റി നൽകുന്നു, ആർക്കൊക്കെ എതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഇത്തരത്തിൽ ഒരു നമ്മുടെയൊക്കെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രശ്നത്തിലേക്ക് കൂടി നമ്മുടെ രാഷ്ട്രീയ ശ്രദ്ധയെ കൊണ്ടുവരാൻ ഇന്നത്തെ DYFIയുടെ സമരം വളരെ പ്രധാനമായി ഞാൻ കാണുന്നു. അത് ഇപ്പം നവകേരള സദസ്സിന് അപ്പുറമുള്ളൊരു സമരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഒന്നാമത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മുടെ ഈ ദേശീയപാതയിൽ ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്തുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ഇഫേർട്ടാണ്. അത്രയും ആളുകൾ വരുന്നു, ആ ആളുകൾ വന്ന് നിന്നുകൊണ്ട് അത് കേരളത്തിന് മുമ്പിൽ ഒരു ദൃശ്യമായി മാറിയിരിക്കുന്നു, നമുക്ക് അവഗണിക്കാൻ കഴിയാത്തൊരു ദൃശ്യമായി മാറിയിരിക്കുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു സമരമാർഗമാണെന്ന് മാത്രമല്ല, അത് എങ്ങനെയാണ് BJPയുടെ ഈ പറയുന്ന കേരളത്തോടുള്ള സമീപനവും BJP വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളോടുള്ള സമീപനവും അതെങ്ങനെയാണ് നമ്മുടെ നിത്യജീവിതത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു രാഷ്ട്രീയ പ്രശ്നത്തെ ഉന്നയിക്കാൻ DYFIക്ക് ഇന്ന് ശക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പീഡനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നാം ഈ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴും കേരളത്തിലെ സർക്കാരിൻ്റെ ദുർവ്യയവും അതുപോലെ തന്നെ ധൂർത്തും എന്ന് പറയുന്ന ആക്ഷേപം വലിയൊരു പൊളിറ്റിക്കൽ നറേറ്റീവായിട്ട് സ്വാധീനമായിട്ട് കേരളത്തിലെ സമൂഹത്തിലുണ്ട്. അതിപ്പോൾ പല കാരണങ്ങളാലുണ്ട്. ഇപ്പം കേരളീയം എന്നൊരു പരിപാടി നടത്തും, നമ്മൾ കേരളത്തെ വലിയൊരു ബ്രാൻഡായിട്ട് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും നമുക്കിപ്പം ഈ കലാമണ്ഡലത്തിലെ അധ്യാപകർക്ക് പൈസ കൊടുക്കാൻ കഴിയാതെ, ശമ്പളം കൊടുക്കാൻ കഴിയാതിരിക്കുക, ആശാ വർക്കർമാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാതിരിക്കുക, ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ കഴിയാതിരിക്കുക, സബ്സിഡി ഇനത്തിൽ സാധനങ്ങൾ കൊടുക്കാൻ കഴിയാതിരിക്കുക, ഇത്തരം പ്രതിസന്ധികളൊക്കെ നടക്കുമ്പോൾ സർക്കാരിൻ്റെ ദുർവ്യയം എന്ന് പറയുന്നൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അത് കേരളീയമായിട്ടുണ്ട്, നവകേരള സദസ്സായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് ക്ലിഫ് ഹൗസിലെ അല്ലെങ്കിൽ ഈ തൊഴുത്തായാലും നീന്തൽക്കുളമായാലും ലിഫ്റ്റായാലും ഒക്കെ ആയിട്ട് അത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ദുർവ്യയവും ധൂർത്തുമുണ്ട് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ നറേറ്റീവുമുണ്ട്. അവിടെ ഇടതുപക്ഷം കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അതായത് ഈ വിഷയത്തെ കേരളം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അടിസ്ഥാനപരമായ ആ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്ന് മലയാള മനോരമ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റു പത്രങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് മനോരമ ഉദ്ധരിക്കുന്നത്. ഈ സാമ്പത്തികമായി വെട്ടിച്ചുരുക്കലുണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ ഈ ഫണ്ടിൽ ഉണ്ടായിട്ടുള്ള വെട്ടിച്ചുരുക്കൽ, അത് ഈ സാമ്പത്തിക വർഷം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് കിഫ്ബിയുടെ പേരിലും പെൻഷൻ ഫണ്ടിൻ്റെ പേരിലും എടുത്തിട്ടുള്ള പൈസയെ കൂടി നമ്മുടെ കടമെടുപ്പ് പരിധിക്കുള്ളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ നമ്മുടെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് എങ്കിൽ നമുക്ക് ഈ മാർച്ചോടുകൂടി ആ പ്രതിസന്ധി പരിഹരിക്കപ്പെടേണ്ടതാണ്. അതിന് അടുത്തൊരു ബജറ്റ് വർഷത്തിലേക്ക്, സാമ്പത്തിക വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കടമെടുപ്പ് പരിധി വർദ്ധിക്കുന്നു. ആ കടമെടുപ്പ് പരിധിയിൽ വീണ്ടും 14,000 കോടി രൂപയുടെ വെട്ടൽ
ഉണ്ടാകും എന്നൊരു വാർത്ത കൂടി നിലനിൽക്കുന്നു. ആ 14,000 കോടി രൂപയുടെ വെട്ടലുണ്ടാകുക എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കിടന്ന് കളിക്കാൻ പോവുകയെന്നാണ്. അപ്പോൾ ഒട്ടും ആശ്വാസകരമായ വാർത്തകളല്ല ഈ ഘട്ടത്തിൽ പോലും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നതിൻ്റെ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ ഉയർത്തിപ്പിടിക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഡിവൈഎഫ്ഐയുടെ ഇന്നത്തെ ശ്രമത്തിലൂടെ ഒരു പരിധിയോളം കഴിഞ്ഞിട്ടുണ്ടെന്നും അത് ശ്രദ്ധേയമായ സമരമാണ് എന്നും വിലയിരുത്തുമ്പോൾ തന്നെ സർക്കാരും സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടികളും ഈ പറയുന്ന ദുർവ്യയം ധൂർത്ത് തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയമായ വ്യാഖ്യാനത്തെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിക്കുകയും അത്തരത്തിലൊരു ഇംപ്രഷൻ ഉണ്ടാകാതിരിക്കാനുള്ള കരുതലെടുക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുകൂടി ആദ്യഘട്ടത്തിൽ ഞാൻ പറയുന്നു. ശരി. Meet the editors.